എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് റിട്രോട്ട് പ്രൊഡക്റ്റുകളെ പറ്റി പറയാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വർഷം വരെ കേടാവാതിരിക്കുന്ന കറികൾ. അപ്പൊ അതിന്റെ ഒരു ടെക്നോളജി എന്താന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ മിഷനറി കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന പാക്കറ്റ്. ഈ റിട്രോട്ടിൽ സത്യം പറഞ്ഞാൽ ഇതിൽ അകത്ത് ഉപയോഗിക്കുന്ന പാക്കറ്റാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഈ പാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫിഷ് കറിയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഫിഷ് വറ്റിച്ചതാണ് ഇതൊരു വർഷം വരെ ഇങ്ങനെ ഇരുന്നോളും. ഇത് ഡയറക്റ്റ്ലി ഇങ്ങനെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. ഇത് വെക്കാൻ ഫ്രിഡ്ജോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറൊരു പ്രിസർവേഷനോ ഇതിൻ്റെ അകത്തില്ല. സാധാരണ കറിയാണ്, പ്രോപ്പർ ടെക്നോളജിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മളിതിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണത്, അതിൻ്റെ ഒരു ബേസിക് ടെക്നോളജി സിമ്പിളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത് അതിൽ ഈ പാക്കറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ 1, 2, 3, 4 ലെയേഴ്സുകൾ എന്തിനാണ്, എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങിൽ പോവും. അപ്പം അതിൻ്റെ ഒരു PPT ആണ്. അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ പ്രഷർ കുക്കർ തന്നെയാണ് വീണ്ടും എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. നമ്മൾ പ്രഷർ കുക്കറിൽ എന്താ ഉണ്ടാവണേ, ഇതിൽ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുന്നതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ്, വെള്ളം തിളയ്ക്കുന്ന പോയിന്റ് വളരെയധികം കൂടുതലായിരിക്കും. സാധാരണ ഇപ്പോൾ ഒരു ഉരുളി എടുത്തോളൂ. നമ്മളൊരു സാധാരണ ഗ്യാസിലൊക്കെ വെക്കുന്ന ഉരുളിയിൽ നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മൾ ഗ്യാസ് വഴിയൊക്കെ ചൂടാക്കുമ്പോൾ 100 ഡിഗ്രിയിൽ വെള്ളം തിളച്ച് നീരാവി ആവാൻ തുടങ്ങും. അപ്പം നമ്മൾ പ്രഷർ കുക്കർ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക്കലി നമ്മുടെ നോൺ വെജ് ആയിട്ടുള്ള ചിക്കൻ, മട്ടൺ, ബീഫ് പോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ്, അല്ലേ? സാധാരണ നമ്മളിപ്പോൾ ഉരുളിയിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിലായിരിക്കും ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് എന്തുകൊണ്ട് അത് കുക്ക് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രഷർ കുക്കറിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളം, വാട്ടർ പെട്ടെന്ന് നീരാവിയായി പോവില്ല. നമ്മൾ ഉരുളിയിൽ ചെയ്യുമ്പോൾ 100 ഡിഗ്രിയിൽ നീരാവി ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ പക്ഷെ 100 ഡിഗ്രിയിൽ നീരാവി ആവില്ല. നമുക്ക് കുറച്ചും കൂടി ടെമ്പറേച്ചർ ഉണ്ടാവും. അതായത് ഒരു 120 ഡിഗ്രി വരെയൊക്കെ നമുക്ക് അതിൽ കിട്ടും. ഇനി റിട്രോട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് അഡോപ്റ്റ് ആവണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതൊരു 4 ലെയർ ഉള്ള ഒരു പാക്കറ്റാണ്. ഈ 4 ലെയർ ഉള്ള പാക്കറ്റിൽ നമ്മൾ കറി ആദ്യം ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യും. ഇത് നോർമൽ കറി കുക്കിംഗ് ആണ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും കറി കുക്ക് ചെയ്യുന്നത്. അത് നേരെ ഈ 4 ലെയർ ആയിട്ടുള്ള ഈ പാക്കറ്റിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എയർ ടൈറ്റ് സീലിംഗ് ആണിത്. എയർ ടൈറ്റ് സീലിംഗ് ഇതെടുത്തിട്ടാണ് നമ്മൾ ഈ പ്രഷർ കുക്കറിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇത്രയും ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാരണം അതിൻ്റെ അകത്തുള്ള ഈ കറിക്കകത്തുള്ള ബാക്ടീരിയാസിന് ഒന്നും അതിൽ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. അതെല്ലാം നശിച്ചു പോവും. ഇതിൻ്റെ അകത്ത് പൊതുവെ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബ്ലൂട്യൂണിയം. ഈ ബാക്ടീരിയ ആണ് ഡേഞ്ചറസ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണേ. അടുത്തതായിട്ട് ഞാൻ ഈ പാക്കറ്റുകളുടെ ഇൻ ഡീറ്റെയിലിംഗ് പറയാൻ പോവാണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് 4 ലെയേഴ്സ് ഉണ്ട്. ആദ്യത്തെ ലെയറാണ് പോളിപ്രൊപ്പിലീൻ. ഈ ലെയറിലാണ് ഫുഡ് ടച്ച് ആവുന്ന ലെയർ. രണ്ടാമത്തെ ലെയറാണ് നൈലോൺ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെങ്ത് കൊടുക്കാനുള്ള ഒരു ലെയറാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവണമല്ലോ, പൊട്ടിപ്പോരുതല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് നൈലോൺ ലെയർ വരുന്നത്. മൂന്നാമത്തെ ലെയറാണ് അലുമിനിയം ഫോയിൽ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതൊരു വെയിലത്ത് വെച്ചു അല്ലെങ്കിൽ നല്ല ലൈറ്റിന് എക്സ്പോഷർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതിനു വേണ്ടിയാണ് അലുമിനിയം ഫോയിൽ കൊടുക്കുന്നത്. ലാസ്റ്റത്തെയാണ് പോളിസ്റ്റർ എന്ന് പറയുന്ന ലെയർ. പോളിസ്റ്റർ ബേസിക്കലി നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ അതുമ്മേ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമല്ലോ, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടിയാണ് പോളിസ്റ്റർ ആയിട്ടുള്ള ലെയർ കൊടുക്കുന്നത്. ഇതുപോലത്തെ 4 ലെയർ അടങ്ങുന്നതാണ് ഇതിന്റെ റിട്രോട്ട് പൗച്ച് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് FO വാല്യൂവിനെ പറ്റി. ഈ റിട്രോട്ടിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് FO വാല്യൂ ആണ്. FO വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 120 ഡിഗ്രി നമുക്ക് ഉണ്ടായെന്ന് വിചാരിച്ചോ. ഈ ടെമ്പറേച്ചറിൽ എത്ര സമയമാണ് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് ഹീറ്റ് കിട്ടി എന്നുള്ളതാണ് FO വാല്യൂ നമുക്ക് അർത്ഥമാക്കുന്നത്. FO വാല്യൂ എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമുക്ക് റിട്രോട്ടിൽ വരുന്ന ബാക്ടീരിയ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ ബാക്ടീരിയ തന്നെ നമുക്ക് വെറുതെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഒരു സ്പെസിഫിക് ഹീറ്റ് കൺട്രോൾ സിസ്റ്റം വേണം, അല്ലെങ്കിൽ ഹീറ്റ് കൺട്രോളിങ് വേണം. ആ കൺട്രോളിങ് ആണ് നമ്മൾ ഈ FO വാല്യൂ കൺട്രോൾ ചെയ്യുന്നതിലൂടെ അച്ചീവ് ചെയ്യുന്നത്. കാരണം FO വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ സമയം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതേപോലെ അതിന്റെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇതിന്റെ ലാഗ് ടൈമും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലാഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊരു ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്തോ, ഇവിടെ ടൈമാന്ന് വിചാരിച്ചോളൂ, ഇവിടെ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആദ്യം നമ്മുടെ ചേംബർ, നമ്മൾ ഈ റിട്രോട്ട് വെക്കുന്ന ആ ചേംബർ ചൂടാക്കാൻ ഒരു സമയം എടുക്കും. രണ്ടാമത് ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റ് ചൂടാകാൻ ഒരു സമയം എടുക്കും. ഇത് ഈ ഒരു ലാഗ് ഉണ്ട്, ഈ ലാഗ് ടൈമും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് തുടങ്ങിയായിരിക്കും ടൈം സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കൂളിംഗ് ആണ്. അപ്പൊ ഇതെല്ലാം അടക്കമാണ് FO വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബാക്ടീരിയ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. കാരണം സ്പോർട്സ് ഫോർമേഷൻ ഉണ്ടാവും. സ്പോർട്സ് എന്ന് പറയുന്നത് ഇതൊരു സെല്ലാന്ന് വിചാരിച്ചു, ഇതിന് ഒരു ഷീൽഡ് പോലെയാണ് ബാക്ടീരിയാസിന് സ്പോർട്സ് എന്ന് പറയുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആക്റ്റീവ് ആവാം. അവര് ഡ്രൈ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടീഷനിൽ, ഈ രണ്ട് കണ്ടീഷനിലായാലും സ്ലീപ്പ് മോഡിലോട്ടാണ് പോവുക. അതായത് ഒരു ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ. എപ്പോഴാണ് അവർക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ സമയത്ത് എഗെയിൻ അവർ ആക്ടിവേഷൻ ഫോർമാറ്റിലേക്ക് എത്തും. അപ്പൊ ഈ ഷീൽഡ് നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്പെസിഫിക് ഹീറ്റ് കൺട്രോളിങ്ങിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് റിട്രോട്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രിസർവേഷൻ ഒന്നും ഇല്ലാതെ, അതായത് ഈ ഷീൽഡ് ഇല്ലെങ്കിൽ ബാക്ടീരിയാസിന് എന്തായാലും അതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഷീൽഡും കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് റിട്രോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ ഈ കറികളും അതേപോലെ മറ്റ് ബിരിയാണി, കുഴിമന്തി, അൽഫാമും ഒക്കെ റിട്രോട്ട് ചെയ്ത് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു PPT ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ PPT നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റിൽ ബുക്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, അതിനുശേഷം ഫോളോ ചെയ്യുക അക്കൗണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും. ഇത് സാറാസ് ടെക്നോന്റെ ഒരു ബുക്കാണ് ഫുഡ് പ്രോസസ്സിങ്ങിലുള്ളത്. അപ്പോൾ ഇതിലെ എല്ലാ ടെക്നോളജീസും നമ്മൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ ഹീറ്റ് പമ്പ് ഡ്രയർ, റിട്രോ ടെക്നോളജി, വാക്യൂം ഫ്രയർ, റേഡിയോ ഫ്രീക്വൻസി ഡ്രയർ, ഫ്രീസ് ഡ്രയർ, അതേപോലെ FBD, അതുപോലത്തെ അതിൻ്റെ തന്നെ ബാക്കി പ്രോസസ്സിങ് എങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ 9349165966 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഇത്രയും പറയാനൊക്കെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.